അയ്യപ്പൻ്റെതുകൊണ്ട് കൃപാകടാക്ഷം കൊണ്ട് ഇവിടെ എത്തിയതാണ്. ഇവിടെ വന്ന് കഞ്ഞി കുടിച്ചു. ഇന്നലെ കഞ്ഞി കുടിച്ചു. ഇന്നിപ്പോൾ ഊണും ഉച്ചയ്ക്ക് ഊണാണ്. വളരെ 10 ദിവസം എന്തായാലും കഞ്ഞി കുടിക്കാൻ വരും. ഞങ്ങൾ എല്ലാം രാവിലെയും ഉച്ചയ്ക്കും ഇപ്പം ഇവിടെ തന്നെ ഇന്ന് എല്ലാ പൂജ്യം പഴുക്കാൻ മണ്ഡപം തൊഴുകലും കാലത്തെയും രാത്രിയിലത്തെ എല്ലാം തൊഴുകാറുണ്ട്. ഭഗവാൻ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതാണ് ശരിക്കും പറഞ്ഞാൽ. വൈകുന്നേരത്തെ ശിവേലി കാണും. പിന്നെ പഴുക്കാൻ മണ്ഡപം തൊഴാൻ വരാറുണ്ട്. കാലത്തിപ്പോൾ തൊഴുതു. ഇനിയിപ്പോൾ വൈകുന്നേരത്തും വന്ന് തൊഴും രാത്രിയിലത്തെ. പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവിടെ തന്നെ ദിവസത്തിലും സമയം പോരായേ ഉള്ളൂ. ഇവിടെ തന്നെ സമയം ചിലവാക്കും. ഉത്സവ സമയത്തിൽ രാത്രി 1 മണി വരെ ഉണ്ടല്ലോ പഴുക്കാൻ മണ്ഡപം. അപ്പോൾ അത് തൊഴുതു കഴിഞ്ഞ് പിന്നെ കുറേ പരിപാടികളൊക്കെ കണ്ട് എല്ലാ ദിവസവും കാലത്തും വരും, വൈകുന്നേരത്തും വരാറുണ്ട്. അല്ലല്ല, എൻ്റെ ഭർത്താവും കൂടിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ തൊഴാൻ വേണ്ടി തന്നെ ഇവിടെ ഗുരുവായൂർ വന്നിരുന്നത്. ഞങ്ങൾ 10 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ വന്ന ആദ്യത്തിൽ എനിക്ക് ഇവിടെ വിളക്ക് കൊളുത്ത് അങ്ങനെ സന്ധ്യത്തെ ദീപാരാധന സമയത്ത് ചുറ്റുവിളക്കൊക്കെ കൊളുത്തണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ആലോചിച്ച് ഞാൻ നിൽക്കുന്ന സമയത്ത് എല്ലാവരും കൊളുത്തുണ്ടായിരുന്നു. ഒരു ചെറിയൊരു കൃഷ്ണൻ്റെ കൃഷ്ണനായിട്ട് വന്നതാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് വിളക്ക് കൊളുത്തണ്ടേ ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് തന്നു. നല്ല ഐശ്വര്യമുള്ള കൃഷ്ണൻ്റെ നല്ല കസവും മുണ്ടും ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ മേലെയൊന്നും ഇടാറില്ല. പക്ഷേ ഇത് മേലെ ഇട്ടിട്ടുണ്ടായിരുന്നു. സർട്ടിട്ടല്ലല്ലോ ഉള്ളിൽ കിടക്കുക. അപ്പോൾ അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് തന്ന് ഞാനത്. പക്ഷെ ഞാൻ നോക്കുമ്പോഴേക്കും ആ കുട്ടി ആരുമില്ല കൂടെ. കൂത്തമ്പലത്തേക്ക് അങ്ങനെ കയറിപ്പോയി. ഞാൻ നോക്കുമ്പോഴേക്കും കാണാനില്ല. മറക്കാൻ പറ്റാത്ത മാത്രമല്ല എനിക്ക് അത് ഞാൻ ആരോടും പറഞ്ഞില്ല. എന്ന് വെച്ചാൽ അത് പിന്നെ ഞാൻ കൃഷ്ണനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെത്താൻ എന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ആ അനുഭവം കിട്ടുകയും ചെയ്തു. പിന്നെ ഞാൻ ആരോടും പറയാൻ പാടില്ല എന്ന് ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ഞാനിത് ആരോടും പറഞ്ഞിട്ടുമില്ല. എൻ്റെ കുട്ടികളോട് മാത്രം പറഞ്ഞു കൊടുത്തു. അല്ല, ഈ ഒരു അനുഭവം പിന്നെ എനിക്ക് മുമ്പേ അനുഭവങ്ങളൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണനായിട്ട് എന്നെ ഇവിടെയും കൊണ്ട് തിരുത്തി. കൃഷ്ണ കണ്ടില്ലേ, എല്ലാ അമ്മമാരുണ്ട് കേട്ടോ. എല്ലാവരും ഒരേതായിട്ടുള്ള തിരക്കിലാണ്. വാഴല കഞ്ഞിക്കുള്ള വാഴല കുടിക്കാനും അതുപോലെ തന്നെ മാങ്ങ അരിയാനൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലാണ്. ഞങ്ങളുടെ നാട്ടുകാരൊക്കെ അമ്മമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് എന്നാലും ഇവരൊക്കെ അഭിപ്രായം ഗുരുവായൂരപ്പൻ അനുഭവങ്ങളും വിശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. 10 ദിവസം പുഴുക്കും കഞ്ഞി അതിനെ കഷ്ണം അരിയണ ആൾക്കാരാണ് ഞങ്ങൾ. 10 ദിവസം 10ാം ദിവസം ആറാട്ടുന്നു. ചെത്തുമാങ്ങ, അച്ചാറ്, നാളികേരക്കൊത്ത്, പിന്നെ സാമ്പാർ കഷ്ണങ്ങൾ, എല്ലാ കഷ്ണങ്ങളും അരിയും. ഞങ്ങൾ 100 ആൾക്കാരുണ്ട്. അരിയും വിശേഷ ദിവസം